പാമ്പ് കടിയേറ്റാൽ കെട്ടണമോ ഇല്ലയോ എന്ന് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ചില ഡോക്ടർമാർ കെട്ടണമെന്ന് പറയും, ചില ആളുകൾ കെട്ടരുതെന്ന് പറയും. എന്നാൽ ഞാൻ കെട്ടണം എന്നാണ് പറയുന്നത്. ഞാൻ മാർട്ടിൻ മേക്കമാലി. ഇന്ത്യയിലും വിദേശത്തുമായി ആയിരക്കണക്കിന് പാമ്പുകളെ പിടിക്കുകയും 100-ൽ പരം പ്രാവശ്യം പാമ്പുകളുടെ കടിയേൽക്കുകയും ചെയ്ത എന്റെ അനുഭവം മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ പങ്കുവയ്ക്കുന്നത്. എന്റെ കയ്യിലും കാലിലും നോക്കിയാൽ നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല എത്ര പാമ്പിന്റെ കടിയേറ്റുമെന്ന്. പാമ്പ് കടിയേറ്റാൽ ഇപ്പോൾ നമ്മുടെ വിരലിൽ തുമ്പത്ത് ഇവിടെയാണ് ഒരു പാമ്പ് കടിച്ചു വന്നിരിക്കുക. നമ്മൾ കെട്ടേണ്ടത് ഇവിടെ ഒന്നും കെട്ടരുത്. കെട്ടേണ്ടത് ഈ മുട്ടിന് മുകളിൽ ഈ മസിലിൽ മാത്രമേ കെട്ടാവുള്ളൂ. കാലിന്റെ വിരലിന്റെ തുമ്പത്താണ് ഒരു പാമ്പ് കടിച്ചതെങ്കിൽ പോലും കെട്ടേണ്ടത് മുട്ടിന് മുകളിൽ ഈ മസിലിൽ മാത്രമേ കെട്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് 2 വിധത്തിലുള്ള ഞരമ്പുകളാണുള്ളത്. ഒന്ന് ഹാർട്ടറിയും ഒന്ന് വെയിനും. ഹാർട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശുദ്ധമായ ബ്ലഡ് വരുന്നതും, വെയിൻ എന്ന് പറയുന്നത് ബോഡിയുടെ ഓരോ എൻഡിലും വന്ന് അശുദ്ധമായ ബ്ലഡ് കിഡ്നിയിലേക്ക് പോകുന്നതാണ് വെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടത് കിഡ്നിയിലേക്ക് പോകുന്ന വെയിൻ മാത്രമാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്. അത് മുട്ടിന് മുകളിൽ ഇവിടെ കെട്ടാൻ പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ ഹാർട്ടറിയും വെയിനും 2 ഞരമ്പുകൾ 2 ദിശയിൽ പോകുന്നത് കൈയുടെ മുട്ടിന് മുകളിൽ ഈ ഭാഗത്തും കാലിന്റെ മുട്ടിന് മുകളിൽ ഈ ഭാഗത്തും മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർമാർ നമ്മുടെ പ്രഷർ നോക്കുന്നതിന് വേണ്ടി ഇവിടെ കെട്ടുന്നത്. എന്നാൽ ഈ മുട്ടിന് താഴത്ത് കെട്ടിക്കഴിഞ്ഞാൽ ലോകത്ത് ഒരു ഡോക്ടർക്കും നമ്മുടെ പ്രഷർ അറിയുവാൻ സാധിക്കില്ല. കാരണം ഈ മുട്ടിന് താഴ്ഭാഗത്തേക്ക് ഹാർട്ടറിയും വെയിനും സ്പ്രെഡ് ആയിട്ട് നമ്മുടെ തൊലിപ്പുറത്തു കൂടിയാണ് പോകുന്നത്. 2 കൈയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കാലിന്റെ മുട്ടിന് മുകളിൽ തുടയിലായിരിക്കും പ്രഷർ നോക്കുന്നത്. ഇനി നമ്മൾ കെട്ടേണ്ടത് കയറോ വള്ളിയോ ഉപയോഗിച്ച് ഒരു കാരണവശാലും കെട്ടരുത്. വീതിയുള്ള ഒരു തുണിയെടുത്ത് ആദ്യം ഷർട്ടിന്റെ കൈ ഇതുപോലെ ലൂസായി കിടക്കുന്നത് ലൂസായി കെട്ടുക. അതിനുശേഷം ആ കെട്ടിന്റെ ഭാഗത്ത്, ആ ഡോട്ടിന്റെ ഭാഗത്ത് ബലമുള്ള ഒരു കോലോ പെൻസിലോ കോലോ ഇത് കടത്തിവിട്ട് സാവധാനം ഇങ്ങനെ കറക്കിത്തിരിക്കുക. ഇങ്ങനെ കറക്കിത്തിരിക്കുമ്പോൾ ഇത് കെട്ട് ഒരേ റൗണ്ടിൽ വരുന്നതിന് വേണ്ടിയാണ് കറക്കിത്തിരിക്കാൻ പറയുന്നത്. ഈ കെട്ടിന് താഴ്ഭാഗത്തേക്കുള്ള ഞരമ്പുകൾ സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ ഞരമ്പുകളും ഇങ്ങനെ തടിച്ച് വിങ്ങുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ തടിച്ച് വിങ്ങുന്നതായി കണ്ടാൽ അതിന്റെ അർത്ഥം കെട്ടിന് താഴ്ഭാഗത്തേക്ക് ഹൃദയത്തിൽ നിന്നും നല്ല രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ കിഡ്നിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഞരമ്പുകൾ തടിച്ച് വിങ്ങുന്നത്. അങ്ങനെ തടിച്ച് വിങ്ങുന്നതായി കണ്ടാൽ അവിടെ വെച്ച് ആ കറക്കം സ്റ്റോപ്പ് ചെയ്യുക. പാമ്പാണല്ലോ കടിച്ചത് എന്ന് കരുതി അമിതമായി ടൈറ്റ് ചെയ്താൽ നമുക്ക് ഗുണമല്ല, ദോഷം മാത്രമേ ഉള്ളൂ. ആ കെട്ടിന്റെ താഴ്ഭാഗത്ത് അതിന്റെ പാമ്പിന്റെ വിഷത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള, അവിടെ അത്രയും ഭാഗത്തെ മാംസകലകൾ നശിപ്പിച്ചു കളയാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ്. ഇനി ഈ രീതിയിൽ കെട്ടുന്നത് എന്തിനെന്ന് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാകുവാൻ ഞാൻ ഒരു സ്റ്റോറിയായി പറയാം. നമ്മുടെ എല്ലാം ശരീരത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിന് തുല്യമായിട്ടാണ്. രാജ്യമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് രാജാവുണ്ട്, രാജാവിന്റെ കീഴിൽ മന്ത്രിയുണ്ട്, മന്ത്രിയുടെ കീഴിൽ പടത്തലവനുണ്ട്, പടത്തലവന്റെ കീഴിൽ പടയാളികളുണ്ട്. അതേ സിസ്റ്റമാണ് നമ്മുടെ എല്ലാം ബോഡിയിലുള്ളത്. നമ്മുടെ കിങ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ്, നമ്മുടെ മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്, പടത്തലവൻ എന്ന് പറയുന്നത് നമ്മുടെ 2 കിഡ്നികളാണ്, പടയാളികൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ബ്ലഡിനകത്ത് കോടാനുകോടി അണുക്കളാണുള്ളത്. ഒരു തലവേദന വന്നാൽ, ഒരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ, ഒരു അസ്ഥി ഒടിഞ്ഞാൽ, ഒരു പാമ്പ് കടിയേറ്റാൽ ഇവയെ എല്ലാം പ്രതിരോധിക്കാൻ ശേഷിയുള്ള കോടിക്കണക്കിന് അണുക്കൾ നമ്മുടെ ശരീരത്തുണ്ട്. അത് പലർക്കും പല വേരിയേഷനിലാണ്. ഉദാഹരണം, ചിലർക്ക് ഒരു പനി വന്നാൽ ഒരു ചുക്ക് കാപ്പി കുടിച്ചാൽ അവരുടെ പനി മാറും. എന്നാൽ ചിലർ 4-5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവർ മീൻസ് ഇവരുടെ ശരീരത്തിലുള്ള ഈ അണുക്കളുടെ വ്യത്യാസമാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൽ ഒരു പാമ്പ് കടിച്ചു വന്നിരിക്കട്ടെ, നമ്മൾ തിരിഞ്ഞു നോക്കി അത് എന്താണ് കടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ കിങ്, നമ്മുടെ തലച്ചോർ അറിഞ്ഞിരിക്കും ഈ ബോഡിയുടെ, ഈ രാജ്യത്തിന്റെ ഇന്ന ഭാഗത്ത് ഒരു ആക്സിഡന്റ്, സ്നേക്ക് ബൈറ്റ് ഉണ്ടായി എന്നുള്ള വിവരം നമ്മുടെ തലച്ചോർ അറിഞ്ഞിരിക്കും. തലച്ചോർ എത്രയും പെട്ടെന്ന് ഈ മെസ്സേജ് നമ്മുടെ മന്ത്രിയായ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യും. ഹൃദയം എത്രയും പെട്ടെന്ന് ഈ മെസ്സേജ് നമ്മുടെ പടത്തലവന്മാരായ കിഡ്നികളിലേക്ക് പാസ് ചെയ്യും. കിഡ്നികൾ എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തിന്റെ, ഈ ബോഡിയുടെ നാനാഭാഗത്ത് ഛിന്ന ഭിന്നമായി കിടക്കുന്ന കോടിക്കണക്കിന് അണുക്കളെ വിളിച്ചു വരുത്തി ആരോഗ്യമില്ലാത്ത അണുക്കൾക്ക് ആരോഗ്യം നൽകി എത്രയും പെട്ടെന്ന് കിഡ്നി ബ്ലഡിൽ കൂടി ഹൃദയത്തിലേക്ക് ഈ ഫോഴ്സിനെ പറഞ്ഞുവിടും. ഹൃദയം എത്രയും പെട്ടെന്ന് എവിടെയാണോ ഈ ആക്സിഡന്റ്, സ്നേക്ക് ബൈറ്റ് ഉണ്ടായിരിക്കുന്നത്, പാമ്പിൻ വിഷത്തിലുള്ള അണുക്കളുമായി ഒരു തുറന്ന യുദ്ധം നടത്തുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഹൃദയം, ഹാർട്ടറി എന്ന് പറയുന്ന ഞരമ്പിൽ കൂടി ഈ ഫോഴ്സിനെ അല്ലെങ്കിൽ ഈ അണുക്കളെ സംഭവ സ്ഥലത്തേക്ക് പറഞ്ഞുവിടും. ഇത്രയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്ത് സ്റ്റാർട്ടാകാൻ നമ്മൾ പോലും അറിയാതെ 2-3 സെക്കൻഡിനുള്ളിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അതുകൊണ്ട്
നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ടതായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് തടസ്സമായ രീതിയിൽ ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ കെട്ടരുത്. കെട്ടുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് മാത്രമേ കെട്ടാവുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ വളരെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്, ഇനി ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നമ്മൾ ഓൺ ദ വേയിൽ, പാമ്പ് കടിക്ക് ആന്റിവെനം എന്ന് പറഞ്ഞ മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് ഓൺ ദ വേയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എന്റെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.